കേരളത്തിൽ റൂഫ് ടോപ്പ് സോളാർ കൂടുതൽ അഫോർഡബിൾ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ വരുന്നത്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ കേരളത്തിൽ മാത്രമല്ല, സമാനമായ ചേഞ്ചസ് മറ്റ് സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ ലെവലിൽ റൂഫ് ടോപ്പ് സോളാറിന്റെ ഇൻസ്റ്റലേഷൻ കൂടി വന്നപ്പോൾ ഗ്രിഡിനെയും ഗ്രിഡ് കൺസ്യൂമേഴ്സിനെയും യൂട്ടിലിറ്റിയും അഫക്ട് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഉയർന്നു തുടങ്ങി. ഉദാഹരണത്തിന് ഗ്രിഡ് സ്റ്റെബിലിറ്റി. മോർണിംഗ് ടൈമിൽ സോളാറിന്റെ പ്രൊഡക്ഷൻ കൂടുതലും നമ്മുടെ ഡിമാൻഡ് നൈറ്റിലുമായപ്പോൾ ഗ്രിഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഒരു ചലഞ്ചായി മാറി. മറ്റൊരു ഇഷ്യൂ ആണ് ഇന്റർമിറ്റൻസി ഓഫ് റിന്യൂവബിൾസ്. അതായത് നമുക്കറിയാം, സോളാർ, വിൻഡ് ഇതൊന്നും കണ്ടിന്യൂസ് അല്ല. ക്ലൗഡ് കവർ അല്ലെങ്കിൽ സീസണൽ വേരിയേഷൻ ഇതെല്ലാം ജനറേഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഗ്രിഡിന്റെ ഇംബാലൻസിന് കാരണമാകും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ സോളാറിന്റെ എക്സ്പോർട്ടിലൂടെ ഉണ്ടാകുന്ന ഗ്രിഡ് മെയിൻ്റനൻസ് ചാർജ് അല്ലെങ്കിൽ ഗ്രിഡ് സ്റ്റെബിലിറ്റി ചാർജിന്റെ ബർഡൻ നോൺ സോളാർ യൂസേഴ്സിന്റെയും കൂടെ അഫക്റ്റ് ചെയ്യുകയാണ്. സോ ഈ ഇഷ്യൂസ് എല്ലാം അഡ്രസ് ചെയ്യുന്നതിന് പല രാജ്യങ്ങളും പല ചേഞ്ചസും കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ പല സ്റ്റേറ്റ്സിലും സോളാർ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. പല സ്റ്റേറ്റ്സിലും ഫീഡ് ഇൻ ടാരിഫ് വളരെയധികം കുറച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഫീഡ് ഇൻ ടാരിഫ് മാറി ഇപ്പോൾ ഓപ്ഷൻ മോഡലിലോട്ട് മാറിയിരിക്കുകയാണ്. സോ റിന്യൂവബിൾ എനർജി അഫോർഡബിൾ ആയി മെയിൻറ്റെയിൻ ചെയ്യണം, ഗ്രിഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, അതുപോലെ എനർജി സ്റ്റോറേജ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. ഇവയെല്ലാം ഒരുമിച്ച് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്.